തന്നെ മൃതദേഹം ഇവിടുന്ന് നീക്കാനാണ് സാധ്യത. എന്തായാലും വലിയ പ്രതിസന്ധികൾക്കൊടുവിൽ ഇപ്പോൾ പോലീസ് സംഘം ഈ മരണത്തിലെ ദുരൂഹത നീക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് കടക്കുകയാണ്. നേരത്തെ ഈ കല്ലറ ടാർപോളിൻ കൊണ്ട് മറച്ചിരുന്നു. അവിടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അതിനുശേഷം ഇപ്പോൾ അങ്ങോട്ടേക്ക് ആംബുലൻസ് പോയപ്പോൾ തന്നെ ഡാൻ നൽകിയ സൂചനകൾ മൃതദേഹം വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നതായിരുന്നു. അത് ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നത്. 3 ഡോക്ടർമാരടങ്ങുന്ന ഫോറൻസിക് സംഘം സ്ഥലത്തുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ നടക്കുന്നത്. മൃതദേഹം പുറത്തെടുത്ത് ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി അവിടെയായിരിക്കും വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയോടെയാണ് ഈ കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം അടക്കിയിട്ടുള്ളത്. അപ്പോൾ ഏതാണ്ട് അത്രയും ദിവസത്തെ പഴക്കമുണ്ട് മൃതദേഹത്തിന്. പ്രായാധിക്യമുണ്ട്, മറ്റസുഖങ്ങളുണ്ടായിരുന്നു. എന്താണ് മരണകാരണം എന്നതാണ് ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഡോക്ടർ ഷേർലി വാസു, ഫോറൻസിക് സർജൻ, ഒരുപാട് കേരളത്തിലെ ഏറ്റവും പ്രമാദമായ പല കേസുകളിലും ഫോറൻസിക് പരിശോധന നടത്തിയിട്ടുള്ള ഡോക്ടർ ഷേർലി വാസു നമ്മളോട് സംസാരിച്ചിരുന്നു. ഡോക്ടർ ഷേർലിയും പറയുന്നത് ഈ ദിവസങ്ങളുടെ പഴക്കം എന്നത് ഈ അസുഖ കാരണം നിർണ്ണയിക്കുന്നതിൽ, ഒരുപക്ഷെ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലാത്ത മറ്റേതെങ്കിലും അസുഖമാണെങ്കിൽ അത് നിർണ്ണയിക്കുന്നതിൽ പോലും ഈ സമയം താമസം ഒരു ഘടകമായേക്കാമെന്നാണ് ഡോക്ടർ ഷേർലി വാസുവിൻ്റെ വാക്കുകളിലേക്ക്. ഇതൊരു പ്രത്യേക വ്യക്തിയാണെന്ന് ഇപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഏകദേശം മരണസമയം കൃത്യമാണെങ്കിലും മരണ ദിവസത്തെ പറ്റിയും ഒരു ധാരണയുണ്ട്. കാരണം അദ്ദേഹത്തിന് അവസാനം കണ്ട ഒരു ദിവസം വെച്ചിട്ടാണ് നമ്മൾ അറിയുക. മക്കൾ പറയുന്നതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവാം സമയമൊക്കെ, പക്ഷെ എന്നാലും അറിയാം. അപ്പൊ അത് ഒരാഴ്ച കഴിഞ്ഞിട്ടില്ല എന്ന് വേണം പ്രതീക്ഷിക്കാൻ. അപ്പൊ ആ ഒരു ടൈം സ്കെയിലിലുള്ള ചേഞ്ചസ് ആണ് ഡോക്ടേഴ്സ് പ്രതീക്ഷിക്കുക. കാരണം ആദ്യത്തെ 24 മണിക്കൂർ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 2 to 3 ഡേയ്സിന്റെ ചേഞ്ച്, പിന്നെ 3 to 5 ഡേയ്സിന്റെ ചേഞ്ച്. അപ്പൊ ബിയോണ്ട് 5 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ അത് 2 തരത്തിലുള്ള ഡീകമ്പോസിഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ബോഡിയിലെ ചേഞ്ച് അത് ഒന്ന് സാധാരണഗതിയിൽ എക്സ്പോസ്ഡ് ആയിട്ട് കിടന്നാൽ കോളിക്വേറ്റീവ് ചേഞ്ചസ് എന്ന് പറയും. അതായത് ബോഡി ദ്രവിച്ച് വീർത്ത് വരിക, പിന്നെ അത് അലിഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറയും. മണ്ണിനടിയിൽ ബെറിയലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഫാക്ഷൻ മാത്രമാണ്, നിറം കുറഞ്ഞ് മെഴുകുതിരിയൊക്കെ പോലെ ആയിട്ട് അലിഞ്ഞു പോവുകയാണ്. അപ്പൊ ഇത് രണ്ടും അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. തുറന്നു കിടന്ന ബോഡിയുമല്ല, ഇത് മണ്ണിനടിയിൽ ബെറി ചെയ്ത ബോഡിയുമല്ല. ഇതൊരു പ്രത്യേക കോൺക്രീറ്റ് സ്ലാബുകൾക്ക് ഉള്ളിൽ ഉള്ള ഒരു ബെറിയലാണ്. അതേസമയം ഡീപ്പ് എർത്ത് ബെറിയലിന്റെ ബെനിഫിറ്റ് അങ്ങനത്തെ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ ടേക്കിംഗ് ഇൻ ടു വേരിയസ് കണ്ടീഷൻസ്, ആ സ്ഥലത്ത് ചൂട്, പിന്നെ ഈ കോൺക്രീറ്റ് സ്ലാബ് വളരെ തിക്കാണെങ്കിൽ അകത്തേക്ക് ചൂട് കടത്തി വിട്ടില്ല എന്നിരിക്കും. അതുപോലെ ചൂട് കൂടുതലാണ് കിടത്തുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് ഈ 5 ഡേയ്സ് ബിയോണ്ട്, അതായത് 5 to 7 ഡേയ്സിലുള്ള നമ്മൾ പ്രതീക്ഷിക്കുന്ന ചേഞ്ചിലുള്ള വേരിയേഷൻസിന് അക്കൗണ്ടബിലിറ്റി കൊടുക്കുകയാണ് ഡോക്ടർ ചെയ്യുക. ഈ എക്സ്പെക്ടഡ് ചേഞ്ചിൽ നിന്ന് വ്യത്യാസങ്ങൾ എല്ലാ ബോഡിയിലും ഉണ്ടാവും. വളരെ ഒരു 10-20% ബോഡികൾ മാത്രമാണ് ഈ യഥാർത്ഥ സ്കീം വെക്കുക. പിന്നീട് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അത് അനുമാനങ്ങൾ കൊടുത്തിട്ട് അപ്പൊ നമുക്ക് അതിനൊരു ടൈം സ്കെയിലുണ്ട്, അത് വെച്ചിട്ടാണ് പറയുക. അപ്പൊ ഒരിക്കലും കൃത്രിമതയോടെ ഒന്നും ഡോക്ടർ പ്രതീക്ഷിക്കില്ല. ഇതിൽ നിന്നുള്ള വ്യത്യാസത്തോടു കൂടി, കാരണം ബെറിയലിന്റെ വ്യത്യാസം ഉണ്ടല്ലോ. ഓക്കെ, അവർ മരണത്തിന് പറയുന്ന ഒരു ദിവ്യന്റെ മരണം അദ്ദേഹത്തിന്റെ അറിവോടുകൂടി, അല്ലെ അദ്ദേഹം അവെയർ ആയിക്കൊണ്ട് തന്നെ ആ മരണത്തിലേക്ക് പോയി എന്നുള്ള ഒരു അർത്ഥത്തിൽ മാത്രമാണ് ഈ സമാധി എന്ന് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും അച്ഛൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛന് അത് അറിവുണ്ടായിരുന്നു എന്നുള്ളതാണ് അവർ വേറൊരു വാക്കില് വ്യക്തമാക്കുന്നത്. കുറച്ചൊക്കെ ഡെലൂഷൻസ് അല്ലെ ഫിക്സഡ് ഐഡിയാസ് ഒക്കെ ഉള്ളവർ സംസാരിക്കുന്നത് പോലെയാണ് എന്റെ സംസാരം നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു ധാരണ പശുക്കുള്ള കുടുംബമാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ ഒരു മകൻ നേരത്തെ മരിച്ചതിനെ തുടർന്നിട്ട് കുടുംബത്തിന് മുഴുവൻ ബാധിച്ച ഒരു ഗ്രീഫിന്റെ പ്രതികരണമായിരിക്കാം ഇത്. അമിതമായിട്ട് അത്തരം ആൾക്കാരെ നമുക്ക് ഡോക്ടർ എന്നുള്ള നിലയിൽ കുറ്റപ്പെടുത്താനൊന്നും സാധിക്കില്ല. അത്തരം ഗ്രീഫുകളും അവസ്ഥകളും അനുഭവിച്ചവര് ഉണ്ടാകുന്ന വ്യത്യസ്ത പ്രതികരണങ്ങളാണ്. അപ്പൊ ഒരു അവയർനെസ്സിലെ വ്യത്യാസമാണ് അവർ പറയുന്നത്. പക്ഷെ മരണം തന്നെയാണ് അവര് ആ വാക്ക് ഉപയോഗിക്കാൻ അവർക്ക് താല്പര്യമില്ല.
അപ്പൊ മരിച്ചതിന് ശേഷം അവർ ബറി ചെയ്തു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അപ്പൊ അത് എന്ത് മരിച്ചു എന്ന് വെച്ചാല് സ്വാഭാവിക അസുഖങ്ങളുള്ള ആളാണ്, മരുന്നെടുക്കുന്ന ആളാണ് എന്ന് പറയുന്നു. പക്ഷെ മരുന്നെടുത്തതല്ലാതെ ഭക്ഷണം കഴിച്ചതായിട്ട് പറയുന്നില്ല, ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയുന്നില്ല. അപ്പൊ ഡയബറ്റീസ് ഒക്കെ ഉള്ള ഒരാൾക്ക് സ്വാഭാവിക മരണം സാധ്യമാണ്. പ്രായമുണ്ട്, ഡയബറ്റീസിന്റെ ഹൈപ്പർ ടെൻഷന്റെ മരുന്ന് കഴിക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ സ്വാഭാവിക രോഗങ്ങൾ കാരണം മരണപ്പെട്ടതാവാനുള്ള സാധ്യതയാണ് കൂടുതലും കാണുന്നത്. അതല്ലാതെ എന്തെങ്കിലും ശ്വാസം മുട്ടിച്ചോ ഡോക്ടർമാർക്ക് ഇതിൽ കൃത്യമായിട്ട് പറയാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൽ പോയിസൺ പരിക്കുകൾ ഇത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ ഇവരൊക്കെ ദിവ്യതയിലും ഒക്കെ വിശ്വസിക്കുന്നത് കൊണ്ടും പ്രസാദമായിട്ടും അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യുന്ന വിഷവസ്തുക്കളൊക്കെ ഉണ്ടായേക്കാം. ഞാൻ പ്രതീക്ഷിക്കുകയാണ്, എനിക്കറിയില്ല. അപ്പൊ അവര് ഇപ്പൊ ഈ സംസാരിക്കുന്ന രീതി കണ്ടു നോക്കുമ്പോൾ അവര് ഒരു വിഷത്തിനെ വിഷം എന്ന് വിളിക്കാനുള്ള സാധ്യത കുറവാണ്. അതിനെ വല്ല പ്രസാദം എന്നായിരിക്കും പറയാം. അപ്പൊ അദ്ദേഹം തീർച്ചയായിട്ടും അത് ഇദ്ദേഹത്തിന്റെ രാസപരിശോധനകൾ പോകേണ്ടി വരും. പരിക്കുകൾ ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ഡോക്ടർമാർക്ക് പരിശോധിച്ചറിയാൻ പറ്റും. അപ്പൊ ഇത് രണ്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് മെഡിക്കൽ ലീഗൽ ഓട്ടോപ്സിയുടെ പ്രധാന ലക്ഷ്യം. ആണ് വിശദമായി സംസാരിച്ചത്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഇനി അറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഡോക്ടർ ഷെർലി പറഞ്ഞതുപോലെ തന്നെ ഈ മരണം എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നതാണ്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായുള്ള കാര്യങ്ങളിലേക്ക് കടന്നോ സംഘം? ഇൻക്വസ്റ്റ് നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ പ്രാഥമികമായി ഇങ്ങനെ അസ്വാഭാവിക മരണങ്ങൾ ഉണ്ടാകുന്ന സ്ഥലത്ത് സാഹചര്യങ്ങളിൽ പോലീസിന് പൂർത്തിയാക്കേണ്ട നോർമൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയറുകൾ പൂർത്തിയാക്കിയതിനു ശേഷം പുറത്ത് നിർത്തിയിട്ടിരിക്കുന്ന ആംബുലൻസിലേക്ക് മൃതദേഹ ഭാഗങ്ങൾ കയറ്റും. അപ്പോൾ ആ നടപടികളിലേക്കായിരിക്കും പോലീസ് ഇനി കടക്കുക. ഒരുപക്ഷെ ഒരു അരമണിക്കൂർ സമയം കൂടി ഒരു പക്ഷേ വേണ്ടി വന്നേക്കാം. കാരണം ഏതാണ്ട് 2 മണിക്കൂർ സമയം ആ ഇൻക്വസ്റ്റ് നടപടികൾക്ക് തന്നെ വേണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവിടെ ഈ കല്ലറ പൊളിക്കുക എന്ന അല്ലെങ്കിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് മാറ്റുന്ന നടപടികൾക്ക് കുറച്ചധിക സമയം വേണ്ടി വന്നു. അതുകൊണ്ട് അതിനുശേഷം മൃതദേഹം പുറത്തെടുത്ത് സ്ട്രെച്ചറിലേക്ക് മാറ്റിയിട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ ആകുന്നതേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കുറച്ചധിക സമയം കൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വന്നേക്കാം. അതിനുശേഷം മാത്രമേ പുറത്തുള്ള ആംബുലൻസിലേക്ക് മാറ്റുകയുള്ളൂ. എന്തായാലും ആ പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു പക്ഷേ ഇപ്പോൾ അകത്തുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ ചിലർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അത് മൃതദേഹം മാറ്റുന്നതിന് മുന്നോടിയായിട്ടാണോ അതോ പരിശോധനകൾ ഇപ്പോഴും ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇക്കാര്യത്തിലൊരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും പുറത്തെ ആംബുലൻസിലേക്ക് മാറ്റി അവിടെ നിന്ന് ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന വഴിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. പോലീസിന്റെ അകമ്പടിയിൽ തന്നെയായിരിക്കും ഈ ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങുക. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഡോക്ടർമാരുടെ സംഘം പുറത്തേക്ക് എത്തുകയാണ് എന്ന് വേണം കരുതാൻ. കാരണം പുറത്തേക്ക് ഫോറൻസിക് സംഘത്തിൽപ്പെട്ട 2 പേർ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ പ്രാഥമികമായ നടപടികൾ പൂർത്തിയാക്കി അവർ ശരീരം വൃത്തിയാക്കുകയാണ്, കൈകൾ വൃത്തിയാക്കാൻ. അങ്ങനെയാണെങ്കിൽ ഈ നടപടികൾ ഏതാണ്ട് പ്രാഥമികമായ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന സൂചനകൾ തരുന്ന തരത്തിലാണ് കാര്യങ്ങൾ. വൈകാതെ തന്നെ അങ്ങനെയാണെങ്കിൽ മൃതദേഹം താൽക്കാലികമായി പ്രത്യേകം സജ്ജമാക്കി സ്ഥലത്തുനിന്ന് സമാധി സ്ഥലത്തോട് ചേർന്ന് ഈ ടാർപോളിൻ ഷീറ്റുകൾ ഉപയോഗിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ അവർ തയ്യാറാക്കിയ ഒരു സ്ഥലത്ത് നിന്ന് ഈ മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് ആംബുലൻസിലേക്ക് എത്തിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. പോലീസിന് പ്രാഥമികമായി സ്വീകരിക്കേണ്ട എല്ലാ പരിശോധനകളും നടത്തിയതിന് ശേഷം വിശദമായ ദേഹപരിശോധനയ്ക്ക് വേണ്ടി മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയായിരിക്കുന്നു എന്ന സൂചനകളാണ് നമുക്ക് പുറത്തുനിന്ന് ലഭിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം ഇനി അടുത്തതായി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാവും ചെയ്യുക. എന്തായാലും പോലീസ് വലിയ സുരക്ഷാ സന്നാഹത്തിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ രാവിലെ മുതൽ കാണുന്നത് പോലീസിൻ്റെ കർശനമായ ജാഗ്രത. ഒരു തരത്തിലും അവിടെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ നടപടികൾ പൂർത്തിയാക്കാൻ ഉള്ള ശ്രമം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് ഈ ഫോറൻസിക് പോലീസ് റവന്യൂ സംഘത്തെയെല്ലാം കാണാം. വളരെ ദൂരത്ത് നിന്ന് മാത്രമാണ് ഈ അവിടേക്കുള്ള കാര്യങ്ങൾ
ഇത്തരത്തിൽ ക്യാമറയിൽ പകർത്താൻ പോലും മാധ്യമങ്ങൾക്ക് അനുമതിയുള്ളൂ. അത്ര കണ്ട് സുരക്ഷാ സന്നാഹം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ മോശം സാഹചര്യങ്ങളെല്ലാം പോലീസിന് നല്ല ബോധ്യമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ആ തരത്തിലൊന്നുമില്ല. ഇന്നലെ കോടതിയിൽ നിന്നൊരു അനുകൂല ഉത്തരവ് ലഭിച്ചതോടുകൂടി കുടുംബത്തെ അടക്കം വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പോലീസ് സംഘത്തിന്. ഇപ്പോൾ ഇനി അടുത്തത് ഈ പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കൊണ്ടുപോകുന്ന ഒരു നടപടിയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മുൻ SP ശ്രീ KG സൈമൺ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സൈമൺ, നമ്മൾ ഈ അടുത്തൊന്നും കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമായിരുന്നു സമാധി. നരബലി നമ്മൾ ഒട്ടും കേട്ടുകേൾവിയില്ലാത്തതായിരുന്നു. അത് കേരളത്തിൽ സംഭവിച്ചു. ഇപ്പോൾ ഒരു സമാധി. പക്ഷേ ഇതിൽ ആ കുടുംബത്തിൻ്റെ ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അവരുടെ കൂടിയ വിശ്വാസം, അന്ധമായ വിശ്വാസം, ഇതൊക്കെ ഒരു ഘടകമായിരുന്നു. ഒരു പുരോഗമന സമൂഹത്തിൽ ആ മരണത്തിലെ ദുരൂഹത നീക്കുക എന്നതാണ് പോലീസും നിയമ സംവിധാനവും ചെയ്യേണ്ടത്. അത് ഒരു കൃത്യമായ രീതിയിൽ തന്നെ നടത്താൻ ഈ ഒരു സിസ്റ്റത്തിന് കഴിഞ്ഞു എന്ന് താങ്കൾ വിശ്വസിക്കുന്നോ? അത് അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പം ആദ്യത്തെ ദിവസം പോലീസ് ചെന്നപ്പോഴോ ചെറിയ പ്രതിഷേധങ്ങളുണ്ടായി. സാധാരണ പോകുന്ന പോലെയാണ്. അങ്ങനെ പ്രതിഷേധം ഉണ്ടാകുന്ന പ്രതീക്ഷയൊന്നും എന്താ